ഇപ്പൊ ഞാൻ പറഞ്ഞുതരാ, ഭാര്യ വല്ലാത്ത ഇഷ്ട, ഓളം ഓക്ക് സ്മോക്ക് കണ്ടൂടാ. ചില മനുഷ്യന്മാര്, ചില കള്ളന്മാര് ഓളില്ലാത്തടത്ത് വലിക്കും, പിന്നെ ഓളടുത്ത് വലിക്കൂല. വേറെ ചില നല്ല മനുഷ്യന്മാര് ഓളോടുള്ള ഇഷ്ടം കൊണ്ട് അതോടെ നിർത്തിക്കളയും. എവിടെന്നോ ചങ്ങാതിമാര് കൊടുത്തും പറഞ്ഞു, എടാ ഞാൻ നിർത്തി, 5-6 മാസമായി, കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ വലിച്ചിട്ടില്ല. ഓ നീ നിന്റെ ഓളില്ലല്ലടാ, ഒന്ന് തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. നിങ്ങളെക്കോളും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ഓളോടാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് വേണ്ട. ഓ നീയും നിൻ്റെ ഒരു ഓളും അങ്ങനുണ്ട്. റമദാനോട് ഇഷ്ടമുള്ള ആളുണ്ടല്ലോ, അങ്ങോട്ട് അള്ളാനെ അറിയാലോ, അള്ളാൻ്റെ അദാബും അള്ളാഹിനോടുള്ള ഇഷ്ടമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ചർച്ച ചെയ്യാം. റമദാനെ പ്രണയിക്കുന്നൊരു കൽബുണ്ടായാലില്ലേ ദോഷം ചെയ്യൂല. അപ്പൊ ചിലർ ചോദിക്കാം, റമദാൻ കഴിഞ്ഞാൽ പിന്നെ റമദാൻ ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഒരു മൂമിന്റെ സമയം എല്ലാ സെക്കൻഡും മിനിറ്റും മണിക്കൂറും റമദാൻ അല്ലെങ്കിലും ഇപ്പൊ നമുക്കറിയാലോ, 27 രാവിന്റെ അന്ന് എല്ലാവരും ഉസാറുണ്ടാവും. എല്ലാവരും ഭയങ്കര, കാരണം വെച്ചാൽ ഇന്ന് എന്തെങ്കിലും കിട്ടുമെന്നത് പോയി കള്ളുടിനെ ഒന്നും കള്ളുടിക്കൂല. 25 അന്ന് ഒരു മൂമി അല്പം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 27 അന്ന് ലൈലത്തുൽ ഖദറാണെങ്കിൽ, ലൈലത്തുൽ ഖദറല്ലെങ്കിൽ പിന്നെ 25 ബഹുമാനം ഉണ്ടാവോ? ഇനി പോട്ടെ, അന്ന് ലൈലത്തുൽ കണക്കൂട്ടിക്കോ. ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ അല്ലേ, ആ 1000 മാസത്തിന്റെ ശ്രേഷ്ഠത ഇല്ലെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോലെ, റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ എല്ലാ ദിവസവും മൻജാബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വസിയത്, എല്ലാ സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു നന്മ ചെയ്താൽ 10 കൂലിയാണ്. ഔ വസിയത്, അല്ലെങ്കിൽ 10നേക്കാൾ അധികമാണ്. ദോഷം ചെയ്താൽ ഒരു ദോഷത്തിന് ഒറ്റ ശിക്ഷയാണ്, 10 ശിക്ഷയില്ല. എല്ലാ സമയവും അള്ളാഹ് നമ്മളെങ്ങനെ നോക്കി നിൽക്കുകയല്ലേ, ഒരിക്കലും അള്ളാഹ് മാറി നിൽക്കുന്നില്ലല്ലോ. ഒരു മുഅ്മിനിന് എല്ലാ സെക്കൻഡും മിനിറ്റും മണിക്കൂറും പ്രധാനപ്പെട്ടതാണ്. അതാണ് മുത്ത് റസൂലുള്ളാഹി ഇങ്ങനെ പറയാൻ കാരണം. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ, 2 അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമാ കതീറും മിനന്നാസ്, അധിക ജനങ്ങളും ആ 2 അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. ഒന്നതാണ് അസ്സിഹതു, ആരോഗ്യമാണ്, വൽ ഫറാഗ്, മറ്റൊന്ന് ഫ്രീ ടൈമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒറ്റ സെക്കൻഡ് ഇപ്പൊ റമദാനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ദോഷങ്ങളില്ല. ഇനി ദോഷം ചെയ്യുന്നില്ല, അമലൊന്നും ചെയ്യുന്നില്ല, ആയിക്കോട്ടെ, ദോഷം ചെയ്യാതിരുന്നാൽ മതി. ഫർള് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല, ദോഷം ചെയ്യരുത്, അത്ര മതി. സുന്നത്ത് ചെയ്യാൻ കഴിയുന്നത്രല്ലേ ചെയ്യാൻ കഴിയൂ, ഹറാമ് ചെയ്യരുത്. കാരണം സെക്കൻഡുകളെ, മിനിറ്റ് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ നമ്മുടെ പ്രായക്കാർ മൂക്കിൽ പൈപ്പിട്ട് ഹോസ്പിറ്റലിലാണ്, എത്രയോ മുഅ്മിനീങ്ങൾ വായിലൂടെ ട്യൂബ് ഇട്ടിട്ട് ഹോസ്പിറ്റലിലാണ്. വേറെ കുറെ മനുഷ്യന്മാർ മൂത്രമൊഴിക്കാൻ കഴിയാതെ പൈപ്പിട്ടിട്ട് നടന്നു പോകുന്നത് കാണാറുണ്ട്. സുബ്ഹാനല്ലാഹ്, പിൻദ്വാരം അടച്ച് സൈഡിലൂടെ പൈപ്പിട്ടിട്ട് കാട്ടിക്കുന്നവരെ കാണാറുണ്ട് അല്ലേ. നമ്മളിങ്ങനെ സുഖമായിട്ട് സ്വസ്ഥമായി ശാന്തമായി ജീവിച്ചു പോകുമ്പോഴും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ ഉള്ളിൽ, ഹോസ്പിറ്റലിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ ഉള്ളിൽ, കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ നമ്മെക്കാൾ പ്രായം കുറഞ്ഞ എത്ര മക്കളാ, എത്ര യുവാക്കളാ, എത്ര മധ്യവയസ്കരാ അല്ലേ. നമ്മൾ സന്തോഷത്തോടെ അൽഹംദുലില്ലാ പറയും അൽഹംദുലില്ലാഹ്. സെക്കൻഡുകൾ മൂല്യമുള്ളതാണ്, മിനിറ്റുകൾ മൂല്യമുള്ളതാണ്, മണിക്കൂറുകൾ അമൂല്യമാണ്. അതുകൊണ്ട് ഓരോ ദോഷവും ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ ചിന്തിക്കണം, പടച്ചവനെ ഈ സമയം നീ എനിക്ക് അനുവദിച്ചത് നിനക്ക് പൊരുത്തമുള്ളത് എന്തെങ്കിലും ചെയ്യാനാണ് അല്ലെ. ഓരോ സമയവും എന്തിനാ റബ്ബ് നമുക്ക് ഇങ്ങനെ സമയം തരുന്നേ? ഇങ്ങനെ ഉറങ്ങി തീർക്കാനാ? നമുക്ക് സമയം തന്നെ ഈ മൊബൈലിൽ ഇങ്ങനെ ചൊല്ലിക്കളിക്കാനാ? എന്തെങ്കിലും ഇൽമിയായ വിഷയങ്ങളാണെങ്കിൽ സാരല്ല. ഇപ്പൊ നാം കാണുന്നില്ലേ, ഇപ്പൊ റമദാനായി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മംഗലാപുരം മുതൽ ഇങ്ങോട്ട് മഗ്‌രിബ് കഴിഞ്ഞാൽ ഫാമിലി സമേതം ടൂർ പോവുക. പണ്ട് പെരുന്നാളിന്റെ ടൂറിനെതിരെയായിരുന്നു പെരുന്നാളിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഖത്തീബ് ഉസ്താദ് പ്രസംഗിക്കാറ്. ഇപ്പൊ റമദാൻ 1 മുതൽ മഗ്‌രിബിന്റെ മുമ്പേ ടൂർ പോവുകയാണ്. വെളിച്ചത്തിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കടകളിൽ പോവുക. ഓരോ കടകളിൽ ഇങ്ങനെ പോകണ്ടെന്നല്ല, പോകണം, കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കണം, സാധനങ്ങൾ വാങ്ങണം, ഫുഡ് കോർട്ടുകളിൽ പോകണം അല്ലേ, തട്ടുകടകളിൽ ഒക്കെ പോകണ്ടെന്നല്ല. പക്ഷേ മഗ്‌രിബില്ലാത്ത, ഇശാ ഇല്ലാത്ത, തറാവീഹില്ലാത്ത എല്ലാ രാത്രിയിലും കറങ്ങാൻ പോവുക. ഇന്നലെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ മഗ്‌രിബിന് ശേഷം പോകുമ്പോൾ എൻ്റെ മകള് പോയിരുന്നു കൂടെ.
വന്നിട്ട് പറയാണ് ഉപ്പ ഇപ്പോൾ എല്ലാ തട്ടുകടയിലും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും, തറാവീഹുമില്ല, മഗ്‌രിബുമില്ല, ഇശാവുമില്ല, ഒരാഘോഷം പോലെ. ചുരുക്കി പറഞ്ഞ മലബാർ ജില്ലകളിൽ കയ്യിലൽപ്പം പൈസ കൂടിയപ്പോ തറാവീഹിന് പോകാനോ ഒന്നിരുന്ന് കരയാനോ നോക്കിയിട്ട് വാതിൽ പോലും ഉള്ളതരാ തൊപ്പിയിട്ട താടി വെച്ച ഞാൻ ഈ ഓതുന്ന ആയത്തുകളും ഹദീസുകളും എന്നെക്കാൾ വിശദീകരിക്കാൻ കഴിയുന്ന ഇൽമിന്റെ അഹലുകാരും ആ ഇൽമിന്റെ അഹലുകാരുടെ ബാപ്പയോ അല്ലെങ്കിൽ അവരുടെ ഉമ്മയോ അല്ലെങ്കിൽ ഇൽമിന്റെ അഹലുകാരെ മരുമക്കളോ ഉൾക്കൊള്ളുന്ന സദസ്സും. राया मेरे दोस्त को बोलता है ट्रांसप्लांट कराओ, बाल नहीं ला सकते तुम लोग, अगर आपके सिर पे फॉलिकल जिंदा है तो हम बाल. മരുമക്കളോ ഉൾക്കൊള്ളുന്ന സദസ്സും ജപ്പാനടക്കമുള്ള ഒന്നുകിൽ ഇവരൊക്കെ നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരല്ലേ, അല്ലാതെ പുറത്തുള്ള ആളാരല്ലേ. നോക്കിയിട്ട് എന്താണെന്നറിയോ, സാധാരണക്കാർക്ക് സമയമില്ല. പകല് മുഴുവനും ഞാൻ ഇതിനിടെ കാസർഗോഡ് ജില്ലയുടെ മധ്യഭാഗത്ത് പുത്തൂർ ഭാഗത്തൊരു വേല കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രിയിൽ ഒരു 12 മണിക്ക് ശേഷം കടന്നു. എന്നെ ആ റൂമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കിടക്കാനുള്ള റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു +2 കാരനായ വിദ്യാർത്ഥി വന്ന് റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്ന് ഞാൻ റൂമിൽ കിടന്ന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കുട്ടി ഉറങ്ങിയിട്ടില്ല. സെൻട്രൽ ഹാളിൽ നിന്ന് മൊബൈലിൽ ചൊല്ലിക്കൊടുക്കുകയാണ്. 4 മണിക്കോ 4:30 ഓർമ്മയില്ല എനിക്ക്, മറ്റേ പരിശ്രമ എക്സ്പ്രസിന് പോകണം. അപ്പോൾ ഈ കുട്ടി ഉറങ്ങിയിട്ടില്ല. ഞാനെല്ലാം കൂടി താജുസ്കരിച്ച് കഴിയുമ്പോൾ ആ കുട്ടി ഉറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്, അവിടെ നോക്കണം. നേരം പുലരോളം ഉറങ്ങാതിരിക്കുക. നേരം പുലർന്നാൽ വൈകുന്നേരം വരെ പണിയൊന്നുമില്ലെങ്കിൽ ഉറങ്ങി തീർക്കുക. എന്ത് ളുഹറ്, നോമ്പുണ്ട്, ജമാഅത്തായിട്ട് നിസ്കാരമുണ്ടോ? എവിടെ നിസ്കാരം? രാത്രി നേരം പുലരുവോളം കറങ്ങി തീർക്കുന്ന റമദാനായി ഈ കൊറോണയ്ക്ക് ശേഷം. അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും പാഠം പഠിച്ചില്ല. നമ്മള് കറങ്ങി തീർക്കാണ്. ഇൻഷാ അല്ലാഹ് സമയം വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡും നാം ഇങ്ങനെ ചിന്തിക്കണം, ഈ റമദാൻ മാസം റബ്ബ് തആല തന്നു. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് റമദാൻ മാസം. സയ്യിദുശ് ശുഹൂരി വൽ അഴ്വാബ്, മാസങ്ങളുടെ നേതാവ്, കാലങ്ങളുടെ നേതാവ് അല്ലാഹു തആല അനുവദിച്ചു തന്ന. മാത്രല്ല, ഇങ്ങനെയൊരു മാസം ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്തിന് റബ്ബ് തആല കൊടുത്തില്ല. അൽഹംദുലില്ലാഹ് പറ. ഇങ്ങനെയൊരു മാസം കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാമിന് നോമ്പുണ്ടവർക്ക്. ഇങ്ങനെയൊരു മാസം മൂസ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്തിന് റബ്ബ് തആല കൊടുത്തില്ല. അൽഹംദുലില്ലാഹ് പറ. നമുക്ക് കിട്ടിയതിന് ഇങ്ങനെയൊരു മാസം അള്ളാന്റെ ഖലീലായ അല്ലെ വലിയ സവിശേഷതകളുള്ള മഹാനായ പ്രവാചകർ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്തിന് റബ്ബ് തആല കൊടുത്തില്ല. ഇങ്ങനെയൊരു സുവർണാവസരം ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്തിന് റബ്ബ് തആല കൊടുത്തില്ല. നമുക്ക് റബ്ബ് തആല ഖദ് അലല്ലക്കും ശഹ്റുൻ നദീം, നിങ്ങൾക്ക് മഹത്വമേറിയ മാസത്തെ തന്നിരിക്കുന്നു എന്ന് മുത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ പരിശുദ്ധ റമദാൻ 1000ഉം 1500ഉം 2000ഉം കൊല്ലം ജീവിക്കുന്ന ആളുകൾ നാളെ മഹ്ശറയിൽ വരും. അങ്ങനെയുള്ള ആളുകളെക്കാൾ മഹ്ശറയിലെ ഏറ്റവും ഉന്നതരായ ഉറം മുഹജ്ജലീൻ, മുഖവും കൈകാലുകളും പ്രകാശിക്കുന്ന ഭാഗ്യവാന്മാർ മഹ്ശറയിൽ നമ്മളാണ്. തീർന്നില്ല, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ വിഭാഗം നമ്മളാണ്. കാരണം എന്താണ്? ഓരോ റമദാൻ മാസവുമാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിലുള്ള രാത്രിയിൽ നാം ചെയ്യുന്ന അമലുകൾക്ക് ഒരു മഗ്‌രിബ് നിസ്കാരം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിസ്കരിച്ചാൽ, ഒരു ഇശാ നിസ്കാരം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിസ്കരിച്ചാൽ 1000 മാസം നിസ്കരിച്ചതിന്റെ കൂലിയാണ്. ഒരു 3 വഖത്ത്, 3 സുബ്ഹി ഇശാ ഉറക്കിട്ട് ഒഴിഞ്ഞൊന്നുമില്ല. ഇശാവും കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് ഉറങ്ങിയിരുന്നു ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ. എന്നാലും മഗ്‌രിബ് നിസ്കരിച്ചു, അന്ന് ഇശാ നിസ്കരിച്ചു, അന്ന് സുബ്ഹി നിസ്കരിച്ചു. ഈ 3 വഖത്തിന്റെ കാരണം കൊണ്ട് ഓരോ കൊല്ലവും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നീ 3 ഫർദ് നിസ്കാരങ്ങളും തറാവീഹും നിസ്കരിച്ചില്ലേ, നാളെ മഹ്ശറയിൽ നീ മുന്നിലാ. തീർന്നില്ല, വുദൂഇന്റെ കാരണം കൊണ്ട് മുൻകൈ കഴുകുമ്പോൾ അല്ലെ എന്താ പറയാ മുട്ടോളമുള്ള കൈ കഴുകുമ്പോൾ നീ ഒന്ന് കയറ്റി കഴുകിയതിന്റെ പേരിൽ, മുഖം നീ നന്നായിട്ട് കയറ്റി കഴുകിയതിന്റെ പേരിൽ നിന്റെ മുഖം പ്രകാശിക്കുന്നു, നിന്റെ കൈ പ്രകാശിക്കുന്നു, നീ സ്വർഗത്തിലെ VIP ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് റമദാനിൽ ഖുർആൻ ഓതും പോലെ, ജമാഅത്തായി നിസ്കരിക്കും പോലെ, ഒറ്റ ഹറാമും ചെയ്യാത്ത ദിനരാത്രങ്ങൾ